ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഫാറ്റി ലിവർ എന്നുള്ളത്. ഒരു തവണയെങ്കിലും നമ്മൾ USG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഇല്ലാത്തവരായിട്ട് വളരെ ചുരുക്കം പേരെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഫാറ്റി ലിവർ എന്നുള്ളത് സാധാരണയായിട്ട് നമ്മുടെ സ്കിന്നിന് താഴെയൊക്കെ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം മൊത്തത്തിൽ വണ്ണം വെക്കുന്നത് പോലെ ചില ഓർഗൻസിനെയും ഇതുപോലെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ എന്നുള്ളത്. അപ്പോൾ ലിവറിലും തന്നെ കോമൺ ആയിട്ട് ഒരു ഫാറ്റ് കണ്ടൻറ്റ് എപ്പോഴും തന്നെ ഈ ഓർഗനിലും കാണപ്പെടാറുണ്ട്. സാധാരണയുള്ള ഒരു വെയിറ്റിൽ നിന്നും 5-10% കൂടുതലായിട്ട് വരുമ്പോഴാണത് സ്റ്റിയോസോസിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറുന്നത്. അപ്പം ഇത് 2 തരത്തിലാണ് ഫാറ്റി ലിവർ പറയുന്നത്. മുൻപൊക്കെ തന്നെ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആയിരുന്നു കണ്ടിട്ടുണ്ട്. അതായത് ആൽക്കഹോൾ കുടിക്കുന്നവർക്ക്, മദ്യം ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് കൂടുതലും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ്. ഇതിന് മദ്യം കുടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതല്ലാതെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും ഒക്കെ തന്നെ വളരെ കാര്യമായിട്ടുള്ള ലിവറിൽ ഇതുപോലെ ഫാറ്റ് അടിഞ്ഞു കൂടുകയും ലിവറിന് ഫാറ്റി ലിവർ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരം സമീകൃതമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്, അമിതമായിട്ട് പൊണ്ണത്തടി ഉണ്ടാക്കാത്തതാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അമിത ഭാരമുള്ളവരിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ളവരിലും ഒക്കെ തന്നെ ഇതിൻ്റെ റിസ്ക് കൂടുതലാണ്. ഷഡ്രസങ്ങൾ മധുര, അമ്ല, ലവണ, കടു, തിക്ത, കഷായൈഹി എന്ന് പറയും. അതായത് ഈ മധുരം, അമ്ലം, ലവണം, കടു, തിക്ത, പുളിരസമുള്ളത്, കഷായ രസമുള്ളത്, ഇതെല്ലാം തന്നെ കയ്പ് രസമുള്ള ഒക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സമീകൃതമായിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റായി മാറുകയുള്ളൂ. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കും എന്നുള്ളതാണ് സംഹിതകളിലെല്ലാം തന്നെ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ വൈറ്റമിൻ ഇ ധാരാളമായി അടങ്ങിയിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിവിടെ നിന്ന് സൂചിപ്പിക്കാം. സൺഫ്ലവർ സീഡ്, സൂര്യകാന്തിയുടെ വിത്ത് അല്ലെങ്കിൽ ബദാം, പീനട്ട്, പൈനട്ട്, സ്പിനാച്ച്, ചീരവർഗ്ഗങ്ങൾ, ഫ്ലാക്സീഡ് ഓയിൽ, സോയാബീൻ്റെ പ്രൊഡക്ട്സുകൾ, ബ്രൊക്കോളി, ക്യാരറ്റ്, കടുക്, മാമ്പഴം, പപ്പായ, മത്തൻ, റെഡ് ക്യാപ്സിക്കം, ഇതൊക്കെ ഉൾപ്പെടുത്താം. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്ലാക്സീഡ്, വാൾനട്ട്, മത്തി, അയല, സോയാബീൻ, ചെമ്മീൻ, കോളിഫ്ലവർ, ഫിഷ് ഓയിലുകൾ, അതുപോലെ മുട്ട, ചിയ സീഡ്സ്, ഇവയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള തൈര്, ചീസ്, വെണ്ണ, ഓറഞ്ച്, കോഡ് ലിവർ ഓയിൽ, പലതരം മീനുകൾ, തക്കാളി, ട്യൂണ,